Thank you, ഫ്രേയ Freya. ഫ്രേയ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുത്ത ഇൻ്റർനാഷണൽ യൂത്ത് അഡ്വൈസറി ബോർഡിലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയാണ് അതോ ഏഷ്യയിൽ നിന്നുള്ള പ്രതിനിധിയാണോ? India. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയാണ്. നിങ്ങൾ എത്ര പേര്, എനിക്ക് ആദ്യം തന്നെ ആ ബോർഡിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം, ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അതൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. Yes, sure. So, ഞങ്ങള് പോപ്പ് വന്നിട്ട് പോപ്പ് ഫ്രാൻസിസ് ആള് നമ്മളുടെ ഒരു യൂത്ത് സിനോഡ് നടന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഹി ഹാഡ് റിട്ടൺ ക്രിസ്തുസ് വിവിത് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് സിനോഡൽ എക്സോർട്ടേഷൻ എഴുതിയായിരുന്നു. അപ്പം അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് ഹി ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ദിസ് ഇന്റർനാഷണൽ യൂത്ത് അഡ്വൈസറി ബോർഡ്. അപ്പം പോപ്പിന് യൂത്തിനോടുള്ള പ്രത്യേക ഒരു സ്നേഹം കാരണമാണ് ഈ ഒരു ബോർഡ് ആള് ഡിസൈഡ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഹി ഹാഡ് ഡിസൈഡഡ് ടു കളക്ട് 20 യൂത്ത് ഫ്രം ഓൾ അറൌണ്ട് ദ വേൾഡ്. അപ്പം യൂത്തിന്റെ ഒരു സ്റ്റേറ്റ് എന്താണ് ഞങ്ങളിപ്പോൾ ഓൾ അറൌണ്ട് ദ സംസാരിക്കുന്നത് അല്ലേ, വേൾഡ്. ആ 20-ൽ ഒരാളോട്, ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുത്ത 20 യൂത്തിൽ ഒരാളോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രേയ, കണ്ടിന്യൂ. സോ അപ്പം ഹി ഹാസ് എ വെരി എന്താ പറയാ, പോപ്പിന്റെ യൂത്തിനോട് ഭയങ്കര ഒരു സ്നേഹമാണ്, ഭയങ്കര ഒരു കരുതലാണ്. അപ്പം ആ ഒരു റിഫ്ലക്ഷനിലാണ് നമ്മളുടെ ഈ ബോർഡ് ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടേം. ഒരു ടേം കഴിഞ്ഞു. അപ്പൊ ഞാൻ സെക്കൻഡ് ടേമിലേക്കാണ് ഇന്ത്യയിൽ നിന്ന് ജീസസ് യൂത്തിനെ റെപ്രസെന്റ് ചെയ്ത് എന്താ ഈ ബോർഡിന്റെ കയറിയിട്ടുള്ളത്. പ്രവർത്തനം? സോ നമ്മൾ കൂടെ ചേരുമ്പം വി കമ്മിൻ ടു ഡിസ്കഷൻസിലേക്ക് വരും. എങ്ങനെയാണ് യൂത്തിനെ ഇവാഞ്ചലൈസ് ചെയ്യേണ്ടത്, എന്താണ് ചാലഞ്ചസ്. സോ വി ഗെറ്റ് ടു നോ ഫ്രം ഓൾ അറൌണ്ട് ദ വേൾഡ് ഈ ഒരു യൂത്ത് സിനാരിയോ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ പോപ്പിന്റെ കൂടെ നിന്ന് അഡ്വൈസസ് കൊടുക്കാനുള്ള ഒരു ബോർഡാണ്. സോ വി ഡോണ്ട് ടേക്ക് എനി ആക്ഷൻസ്, പക്ഷെ നമ്മുടെ അഡ്വൈസസ് പോപ്പ് ഒത്തിരി കരുതലോടെ സ്വീകരിക്കുന്നത്. ഓക്കെ 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 അപ്പോൾ അഡ്വൈസറി ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ഉപദേശക സമിതി ഓർ മോർ ദാൻ എ കൺസൾട്ടേറ്റീവ് ബോഡി എന്നൊക്കെ വിളിക്കാമല്ലോ അല്ലേ? അപ്പോൾ മാർപ്പാപ്പയ്ക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്ന ബോർഡിലെ അംഗം എന്നുള്ളതിൽ ഞാൻ ചോദിച്ചോട്ടെ, മാർപ്പാപ്പയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? I didn't get the question. Your opinion about Pope Francis, or your reflections, your experience of being with Pope Francis personally. ഓക്കെ, യെസ്. സോ ഞാൻ അതിന് തന്നെ പറഞ്ഞ പോലെ പോപ്പിനെ വന്നിട്ട് യൂത്ത് എന്ന് പറഞ്ഞാൽ അത്രയും കാര്യമാണ്. അപ്പം എനിക്ക് എന്റെ ഓർമ്മ എന്ന് പറയുമ്പം ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിന് ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പം ഞങ്ങൾ പോണേറ്റും മുമ്പ് ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞിരുന്നില്ല പോപ്പായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. ബിക്കോസ് ഈവൻ ദേ വർ നോട്ട് ഷുവർ, ബിക്കോസ് പോപ്പ് വാസ് റിയലി സിക്ക് ഈവൻ ദെൻ. അപ്പം ഞങ്ങള് പോയപ്പം വി വർ ബ്ലെസ്ഡ് ടു ഹാവ് an ഓഡിയൻസ്, പ്രൈവറ്റ് ഓഡിയൻസ് വിത്ത് ഹിം. അപ്പം so it was a closed audience. We were 20 people along with the dicastery and the pope. അപ്പം പോപ്പിന് അത്രയും ക്ഷീണമായിട്ടും ഹി വാസ് ദെയർ വിത്ത് us. എനിക്ക് തോന്നുന്നു തലേ ദിവസം 2 ദിവസം കുറച്ച് ദിവസം മുമ്പേ ആണെന്ന് വീണിട്ട് ആൾക്ക് മുഖത്തൊരു പാടും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വന്നപ്പം വി ആസ്ക്ഡ് ഹിം ഹൗ ആർ യു. ഹി വാസ് ലൈക്ക് നോ, ഐ എം ഹിയർ, ഐ എം ഓൾ ഗുഡ്. സോ ആ ഒരു ജോയ്ഫുൾനെസ്സും ചെയർഫുൾനെസ്സും എപ്പോഴും കൂടെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പോപ്പാണ്, ഒരു യൂത്ത്ഫുൾ പോപ്പാണ്. നമ്മൾക്ക് ഒരു 88-year-old പേഴ്സണോട് സംസാരിക്കുന്നതായിട്ട് ഒരിക്കലും തോന്നില്ല. മരിയ, നമ്മളിങ്ങനെ ഒരു ഇന്ററാക്ട് കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, 88 വയസ്സുള്ള പോപ്പിനെ ഫ്രേ പറഞ്ഞത് യൂത്ത്ഫുൾ പോപ്പ് എന്നാണ്. അതെ അതെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? സോ ഐ തിങ്ക് ആ ഒരു ജോയ്ഫുൾനെസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പേഴ്സണലി നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് ഓരോ സിറ്റുവേഷനിൽ അത്രയും ജോയ്ഫുൾ ആകാൻ പറ്റുമോ എന്ന് ആലോചിക്കുമായിരുന്നു. ഹി വാസ് ലൈക്ക് റിയലി ചിയർഫുൾ. നമ്മൾക്ക് ആ ജോയ് സ്പ്രെഡ് ചെയ്യുമായിരുന്നു. ഓക്കെ 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 മാർപ്പാപ്പയോടൊത്ത് അങ്ങനെ പ്രവർത്തിച്ച മീറ്റിങ്ങിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ ഉണ്ടല്ലോ, സഭയോടോ അല്ലെങ്കിൽ യൂത്തിനോടോ ഒക്കെയുള്ള അഫിനിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫ്രേയിലുണ്ടായോ? സോ പോപ്പ് നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു, ബി കറേജിയസ് ടു ഗിവ് ജീസസ്. നമ്മൾ ഈശോനെ കൊടുക്കാൻ ഒരിക്കലും മടിച്ചിരിക്കരുത്. അപ്പം ഹി വാസ് ലൈക്ക് നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും എവറി സിറ്റുവേഷൻ ഇസ് ടു ഷെയർ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. സോ പോപ്പിന് എല്ലാ യൂത്തിനും ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. ക്രിസ്തുസ് വിരുദ്ധത്തിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എല്ലാ യുവജനങ്ങൾക്കും ഈശോയുടെ ഒരു സ്നേഹം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം എല്ലാ യൂത്തിനും ഉണ്ടാവണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരു പോപ്പായിരുന്നു. ഐ കാൺട്ട് ഹിയർ. ബുദ്ധിമുട്ടുണ്ടോ?
കേൾക്കാമോ? ഇപ്പം കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഡോക്ടർ ഫ്രേയ ഡോക്ടറുടെ തിരക്ക് പിടിച്ച ജോലിക്കിടയിലും ഈ സഭാ ശുശ്രൂഷയിൽ ഫ്രേയ ഓടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കോയമ്പത്തൂർ, രാമനാഥപുരം രൂപതയിൽ, രാമനാഥപുരം കത്തീഡ്രലിലൊക്കെ ഫ്രേയ ഓടി നടന്ന് സഭാ ശുശ്രൂഷ ചെയ്യുന്നത് നേരിട്ട് കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്രകാരമുള്ളൊരു കറേജ് അത് എപ്രകാരം ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്? Hope you got what I mean. എനിക്ക് തോന്നുന്നു ഐ ഗസ് ആ ഒരു ഫ്രാൻസിസ് പറയുന്ന പോലെ ആ ഒരു പേഴ്സണൽ എൻകൗണ്ടർ നമുക്ക് കിട്ടിക്കഴിയുമ്പം ദാറ്റ് ഇസ് ദ കറേജ് ദാറ്റ് വി ഗെറ്റ് ഫ്രം. സോ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ഓൾവേസ് ബി വാണ്ടിങ് ടു ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. സോ നമ്മളിപ്പോ എത്ര തിരക്ക് പിടിച്ചായാലും വി മേക്ക് ഷുവർ ദാറ്റ് ദ അതർ പേഴ്സൺ ഹാസ് ടു ഫീൽ ഇറ്റ്, ഹാസ് ടു നോ വാട്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഇസ്. So I think Jesus was one platform that gave me that. So even ഞാനിപ്പം ഇവിടെ മിനിസ്ട്രി ചെയ്യുമ്പം I make sure that I try my best by God's grace to give it to others. എൻകൗണ്ടർ എക്സ്പീരിയൻസ് ആണ് ബേസിക് തിങ് അല്ലേ? Yeah. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസ വെളിച്ചത്തിൽ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു എൻകൗണ്ടറിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണെന്നല്ലേ? മാർപ്പാപ്പയുടെ അടുത്തിരുന്നപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വളർച്ചയൊക്കെ ഉള്ളിൽ എപ്രകാരം ഉണ്ടായിരുന്നു? It was really challenging. നമ്മളിപ്പം ഇത്രയും വലിയൊരു മീറ്റിംഗിൽ പോയി ഇരിക്കുമ്പോഴും ഇറ്റ് വാസ് എ വെരി assuring thing that നമ്മൾക്ക് ഈശോയുടെ അടുത്താണ്. Everything starts from there and everything is going to end with him. So that was it was a very I don't know how to put it in words, പക്ഷെ അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. Even with the Pope I was like, assured again, Jesus is the center of everything. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്തിരിക്കുമ്പോഴും ഈശോയുടെ അടുത്തിരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണോ വന്നത്? Yes. And I have to reach there. അവിടേക്കും എപ്പോഴും ആ ഒരു കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പിൽ ഇരിക്കണം എന്നുള്ളൊരു അഷ്യൂറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഫ്രേയ്ക്ക് നമ്മുടെ യുവജനങ്ങളോട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യൻ യൂത്തിനോട് ഈ മാർപ്പാപ്പയെ കണ്ട എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? I think if Pope Francis can be that joyful in every situation of his life, that was definitely ഈശോയുടെ കൂടെ ഇരുന്ന് കിട്ടുന്ന ഒരു സന്തോഷമായിരുന്നു. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി വറീസ്, ടെൻഷൻസ് എന്തുണ്ടായാലും ഈശോയുടെ കൂടെ ഇരിക്കുവാണെങ്കിൽ everything will be taken care of. So I think the constant relationship with the Holy Spirit and being in the presence of the Lord, feeling his love, getting to receive his love every single moment, I think that is something we all have to strive for. മരിയ, എന്താ പറയേണ്ടത്? നമ്മളെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നേ. അത് നമ്മൾ ചേച്ചിനെ കാണുമ്പോഴാണെങ്കിലും നമുക്കതാണ് കാണുന്നവർക്ക് മനസ്സിലൊരു സന്തോഷം തരുന്ന ഒരു സമീപനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെട്ടവർക്കും എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു അവസരത്തിൽ യൂത്തിനും ഫ്രാൻസിസ് മാർപ്പാപ്പ ചെലുത്തിയൊരു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പൊ അതിനൊരു തെളിവ് കിട്ടി. അപ്പോൾ ഏറെ സന്തോഷം ഞങ്ങളുടെ ഗുഡ്നസ് ന്യൂസിനോടൊപ്പം ചേരാൻ വന്നതിൽ. അപ്പോൾ ഇനിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രചോദനം കൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ ഒട്ടനേകം പേർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുവിശേഷം പങ്കുവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. Thank you, Freya. You radiate the same joy that Pope Francis transcends. Praise God. Thank you. Thank you for joining with us.